ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കോംബോ വെജ് കറീസിന്റെ ഡേ 2 ആണ് ഇന്ന്. അതിലേക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് റോസ്റ്റും, അതുപോലെ ഏത്തക്കായും വെച്ച് ഒരു ഫിഷ് കറി ടേസ്റ്റിൽ ഒരു കറിയും, അതുപോലെ ക്യാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരനുമാണ്. അപ്പം വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. സോയ ചങ്ക്സ് 250 ഗ്രാം, അത് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുക്കണം. രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ടാണ് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നത്. ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റും 3/4 ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഉപ്പ് കൂടെ തിരുമ്മി പിടിപ്പിച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് ഈ സോയാ ചങ്ക്സിലേക്ക് ഇതെല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി ഒന്ന് വെക്കണം. അങ്ങനെ ആകുമ്പം കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണയിലാണ് ഈ കറിയെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്തിട്ട് ആദ്യം ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അതും 3 പച്ചമുളക് അത് നടുവേ കീറിയതും 2 വലിയ സവോള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റി ഒരു 2-3 മിനിറ്റ് അടപ്പ് തുറന്നിട്ട് തന്നെ വഴറ്റിയിട്ട് വീണ്ടും അടപ്പ് അടച്ച് വെക്കുമ്പം നല്ലവണ്ണം തക്കാളി എല്ലാം ഒന്ന് വെന്ത് നല്ല പാകമാകും. അതിലേക്ക് നല്ല ഒരു പിടി കരിയാപ്പലം ചേർത്ത് കൊടുക്കണം. അപ്പം തന്നെ സവോളയിൽ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം കൂടെ വഴന്ന് കറിവേപ്പിലയും കൂടെ വഴന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. സവോളയും തക്കാളിയും എല്ലാം കൂടെ നല്ലവണ്ണം വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഇനിയും വേണ്ട പൊടികൾ ചേർക്കാം. അതിനായിട്ട് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് കുമിഞ്ഞ് നിറച്ചും മീറ്റ് മസാല, അതാണ് ഈ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്യുമ്പം ചേർക്കുന്നത്. ഇന്ന് മീറ്റ് മസാലയിലാണ് കുക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളി രുചിയായിരുന്നു. അപ്പം അതിന് 2 ടേബിൾ സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി. ഒട്ടും മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മീറ്റ് മസാല ചേർത്തുകൊണ്ട് അതിൽ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതുകൊണ്ട് സെപ്പറേറ്റ് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് സോയ ചങ്ക്സ് ചേർക്കണം. ചേർത്ത് മസാലയുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി വെച്ച പാനിൻ്റെ അടപ്പടച്ചു കൊടുത്ത് അത് വേഗം വെക്കണം. എല്ലാ 3-4 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. അത് വെള്ളമെല്ലാം പറ്റി മൊത്തം അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 15-17 മിനിറ്റോളം എടുത്തു. അത് അപ്പം നല്ല ടേസ്റ്റായിട്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ലാസ്റ്റ് ഒരു 3/4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ വറുത്തിടണം. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സോയ ചങ്ക്സ് റോസ്റ്റിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്. അത് നല്ല ഒരു മണവും രുചിയും എല്ലാമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പ് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഏത്തയ്ക്ക മീൻകറിയുടെ ടേസ്റ്റിൽ കറി വെക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 1 ഏത്തയ്ക്കായുടെ ഫുള്ളും അരമുറി ഏത്തയ്ക്കായും ടോട്ടൽ 1.5 മുറി ഏത്തയ്ക്ക അതിൻ്റെ പച്ചത്തൊലി ചെത്തി കളഞ്ഞിട്ട് അത് നടുകെ കീറി വട്ടത്തിലരിയണം. എന്നിട്ട് വെള്ളത്തിൽ അരിഞ്ഞിടണം. അതിൻ്റെ കറ പോകാൻ അത് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടാണ് കറി വെക്കാൻ നേരത്തെ ഉപയോഗിക്കേണ്ടത്. തീ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് 1.5 സ്പൂണ് വെളിച്ചെണ്ണയിലേക്ക് ആദ്യമേ 1 സ്പൂണ്
ഫെനുഗ്രീക്ക് സീഡ്, അതായത് ഉലുവ, മുഴുവനോടെയുള്ള ഉലുവ ഇട്ട് കൊടുക്കണം. ആ ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഓരോ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 പച്ചമുളകും, ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് അതിലേക്കാണ് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലവണ്ണം വഴന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് ഫിഷ് മസാലയാണ് ചേർക്കുന്നത്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഫിഷ് മസാല ഉപയോഗിക്കാം. 2 സ്പൂണ് ഫിഷ് മസാല ഉപയോഗിച്ചു. അതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തു. പിന്നെ പ്രത്യേകിച്ച് ഫിഷ് ചേർക്കുന്ന പോലെ ഉലുവാപ്പൊടി ഒന്നും ചേർത്തില്ല. ആദ്യമേ ഉലുവ ഇട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തുകൊണ്ട് ഇത്രയും മസാലകൾ മതി. മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാലയും കാശ്മീരി ചില്ലി പൗഡറും ഇതെല്ലാം ഇട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 3 ചെറിയ കുടംപുളി, 1 സ്പൂണ് ഉപ്പും കൂടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി ഒന്ന് അലിയാൻ വേണ്ടി ആ പുളിവെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർന്നുള്ള വെള്ളം മൊത്തം ഈ മസാല ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിക്കണം. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ചെറുതായി ഒന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നത് കഴുകി വാരി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചത്. അതുകൊണ്ട് ആ വെള്ളം മാത്രമേ ഈ ഏത്തയ്ക്ക വേകാൻ വേണ്ടി ഉപയോഗിച്ചുള്ളൂ. ഏത്തയ്ക്ക ചേർത്ത് കഴിഞ്ഞ് ചട്ടിക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേകാൻ വിടണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഒരു 10 മിനിറ്റ് എടുത്തപ്പോഴത്തേക്ക് നല്ലവണ്ണം ഏത്തയ്ക്ക വെന്തു. അതിലേക്ക് ഞാൻ 2 സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ, നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും തേങ്ങാപ്പാലെടുക്കാം. ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിച്ചത്. അത് 1/2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയ നല്ലൊരു കറിയുടെ ടേസ്റ്റിലാണ് ഏത്തയ്ക്ക കറി കിട്ടിയത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. വീണ്ടും നമുക്ക് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം. ഇങ്ങനെ നല്ല ഫിഷ് കറിയുടെ ടേസ്റ്റിലുള്ള ഏത്തയ്ക്ക കറി. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരു ചെറിയ തിള വരുമ്പോൾ അടുപ്പിൽ നിന്നും ചട്ടി മാറ്റണം. അല്ലെങ്കിൽ ഒരുപാടിട്ട് തിളപ്പിച്ചാൽ ആ രുചി വ്യത്യാസം വരും. അതുകൊണ്ട് ഒരുപാട് തിളയ്ക്കാൻ വിടല്ല. ചെറിയ തിള വരുമ്പോൾ ചട്ടി അടുപ്പിൽ നിന്നും വാങ്ങി അത് അടച്ചു വെക്കണം. ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടണം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 ചുവന്ന മുളക് മുറിച്ചതും 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ആ സവോള അരിഞ്ഞതും, ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കും. 1 കപ്പ് തേങ്ങ ചേർത്ത് അതിലേക്ക് ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞു വെച്ച ക്യാബേജും അതുപോലെ ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ തേങ്ങയൊന്ന് ഈ വെളുത്തുള്ളിയും സവോളയിലും കിടന്ന് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്ത് പച്ചമണം മാറിക്കഴിയുമ്പോൾ, തേങ്ങയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്കാണ് ഈ ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ട് ചേർത്ത് അതിലേക്ക് ഉപ്പും ചേർക്കണം. ഉപ്പ് ചേർക്കുന്ന ഭാഗം ഇതിനകത്ത് എടുത്തില്ലെന്ന് തോന്നുന്നു, വിട്ടുപോയി. പക്ഷേ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഏത് കറിക്കാണെങ്കിലും ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഉപ്പില്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് എനിക്ക് ഇത്രയും തോരനിലേക്ക് ചേർക്കേണ്ടി വന്നത്. അത് ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് എല്ലാം കൂടെ, പിന്നെ ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല. ഇത് ചെറു തീയിൽ അടച്ചു വെച്ച് അത്
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ആ ചെറു തീയിലിട്ട് അത് ആ പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ കൊണ്ട് തന്നെ ഈ തോരൻ വേകുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് ഈ 3 കറികളുടെയും ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെയാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പം മീറ്റിൻ്റെ ടേസ്റ്റിൽ തന്നെ, അതായത് നല്ല ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ സോയ ചങ്ക്സ് വെച്ച് റോസ്റ്റും ഉണ്ടാക്കി, മീൻകറിയുടെ ടേസ്റ്റിൽ ഏത്തയ്ക്ക വെച്ച് ഒരു മീൻകറി ടേസ്റ്റിൽ ഉണ്ടാക്കി, അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും കൂടെ നല്ലൊരു തോരനും. ഇതാണ് ഇന്നത്തെ കോംബോ വെജ് മീൽ.